അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണെന്താ, ആര് ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നതാ, അങ്ങയുടെ ദാസലൊരുവനായി എന്നെ സ്വീകരിക്കണമേ, അല്ലേ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതലേ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലുക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിലെ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ, ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ, ശാശ്വതമാണ് ഈ ബന്ധം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ, കർത്താവ് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ശോഭയ്ക്കും
ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തേനെ, എന്നെ ഈ സന്നിധിയിൽ ഉയർത്തിയ ഞാൻ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ ആൻഡ്രു. ഞാൻ തോപ്പുംപടി സെൻറ്റ് മൈക്കിൾസ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 17/10/2022 അതെനിക്ക് ശരീരം മൊത്തം ജോയിൻറ്റ് പെയിനും വേദനയുമായി ഒട്ടും തന്നെ അനങ്ങാനും വയ്യാതെയും സ്ഥിരം മരുന്ന് കഴിച്ചും ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസം കഴിക്കും. ഹോമിയോ മരുന്ന് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അത് ഒരു കുറവുണ്ടാവില്ല. അത് ഇന്ന് തീർന്ന അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ പോയി പിന്നെയും മരുന്ന് വാങ്ങിക്കും. ഇങ്ങനെ വർഷങ്ങളായി 36 വർഷത്തോളം ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേണ്. 36 വർഷം ജോയിൻറ്റ് പെയിനായിട്ട് 36 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അയൽക്കൂട്ടത്തിൽ പെണ്ണുങ്ങളെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ഈ വിഷമവും പ്രയാസമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ താൻ പോയി ഉടമ്പടി എടുക്കണോ, അപ്പോൾ തനിക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണത്. ശരിക്കും അതെന്താണെന്ന് പോലും അറിയാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കുമ്പസാരിക്കണമെന്നുള്ളത് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. കേട്ട പാടെ കേൾക്കാത്ത പാടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെ വണ്ടിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എനിക്ക് എന്തോ ഒരു അനുഭവം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും ആ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനെന്ന ഉടമ്പടിയിൽ എൻ്റെ അസുഖം വെച്ചിട്ടുമില്ല. ഞാൻ വെച്ചിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. വഴിയില്ല, എനിക്ക് വെള്ളമില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എൻ്റെ അസുഖം എനിക്ക് ഉണ്ടെങ്കിലും ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ അസുഖമാണ് മാതാവ് ആദ്യമായിട്ട് എനിക്ക് മാറ്റിത്തരുന്നത്. ഞാനപ്പോൾ അന്ന് തുടങ്ങി ഇവിടുത്തെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ ഉറക്കമുണർന്ന് എണീക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, അന്നേരം അച്ഛൻ്റെ പ്രാർത്ഥനയല്ല, നമ്മുടെ ബുക്കിലുള്ള പ്രാർത്ഥനയാണ് ആ ടൈമിൽ 22. അപ്പം ഞാൻ അത് പ്രാർത്ഥിച്ച ശേഷം 5:30 പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഞാൻ കഴിക്കുമായിരുന്നു ഡെയിലി. അതിനുശേഷം ആ എണ്ണയും ശരീരം മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്ലസ് ചെയ്ത് പെരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ വേദനകളെല്ലാം മാറി. ഞാനിവിടെ പിന്നെ വരുമ്പോൾ എനിക്ക് ജോയിൻറ്റ് പെയിനേ ഇല്ല, മരുന്നില്ല, എൻ്റെ ബാഗിൽ മരുന്നില്ലാണ്ടായി. അങ്ങനെയാണ് ഞാനിവിടെ വന്നാൽ പിന്നത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 80 വർഷം അപ്പച്ചൻ്റെയൊക്കെ ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെയൊക്കെ കാലം മുതൽ നടന്നിരുന്ന ഒരു വഴിയാണ് ഞങ്ങൾക്ക്. ആ വഴി ഞങ്ങൾ ഗവൺമെൻറ് വഴി ഇപ്പോൾ എല്ലാവർക്കും വാട്ടർ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ ഉമ്മറത്തൂടി കയറി വേണം റോഡിലേക്ക് പോകാൻ. അപ്പം അവരുടെ വാതിക്കൽ കൂടി എപ്പോഴും പോകുന്നത് കാരണം അവരോട് ചോദിക്കണമല്ലോ പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ച് പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ എന്നൊന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇതേ കൂടി വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരുമാണ്, എല്ലാം കൊണ്ടും സഹായികളുമാണ്, ഭയങ്കര ഒരു കൂടിപ്പറപ്പങ്ങളായിട്ട് ജീവിക്കണേണ് ആ കോമ്പൗണ്ടിൽ. എന്നാൽ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവഴി വഴിയില്ലെന്ന് കേട്ടതോടുകൂടെ സകല പിടിയും വിട്ട് എല്ലാവർക്കും പ്രയാസമായി. ഞങ്ങളുടെ കൂടെ തന്നെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന് ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 2 കൂട്ടക്കാർക്കും ഈ ഒരു വീട് കയറി വേണം, മുറ്റത്തൂടി കയറി വേണം റോഡിലേക്ക് കയറാൻ. അപ്പോൾ അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടക്കാർക്കും വെള്ളം കിട്ടാത്ത അവസ്ഥയും, വെള്ളവുമില്ല വഴിയുമില്ലെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടേതായ ചേട്ടന്മാരുടെ അടുത്തും അവരുടെ അളിയന്മാരുടെ അടുത്തും സ്വന്തക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് വാങ്ങിച്ചു തരണം, ഇങ്ങനെ പൈപ്പ് കണക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ടല്ല ഫ്രീ ആയിട്ട്, അപ്പം ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ മൂത്താങ്ങള പറഞ്ഞ് ഞാൻ ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. ദുഃഖാഴ്ചയായിരുന്നു, ഒരു ദുഃഖാഴ്ചയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പറയണം, നോൻപ് പിടിക്കാൻ പോകണം മാർച്ചിൽ. പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന്
അത് റെഡിയാക്കി തരാൻ, ഞാനൊരു മനഗുണ പ്രവൃത്തിയാണല്ലോ ഈ സമയത്ത് ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് ഇങ്ങനെ തമാശയും പറഞ്ഞ് വിട്ട്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ വിളിച്ചിട്ടും പറഞ്ഞു, അളിയ അത് ശരിയാവില്ല കേട്ടോ, അവരത് ചെയ്തത് തരികയില്ലെന്നാണ് പറയണം, വഴി നിങ്ങൾക്ക് തരികയില്ലെന്നാണ് പറയണം, നിങ്ങൾ ഇനി നിയമത്തിൻ്റെ വഴി കൂടി പോയിക്കോന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കൂട്ടക്കാരും കൂടി പൈസ ഇട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവർക്കപ്പോൾ ഒരു പ്രത്യേക വൈരാഗ്യമായി. ഇത് കേസ് കൊടുത്തെന്നുള്ളൊരു വൈരാഗ്യമായി. ഞങ്ങൾ വേറെ ഒന്നും വെച്ചല്ല, ഞങ്ങൾക്ക് വഴി വേണമല്ല, ജീവിതകാലം മുഴുക്ക വഴിയും വേണം, വെള്ളവും വേണം, ഇത് രണ്ടും തരൂലെന്ന് പറഞ്ഞപ്പോൾ വേറെ വഴി മാർഗ്ഗവും ഇല്ലാതെ വന്നതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ അതൊരു വൈരാഗ്യമായി. പിന്നെ അവർ കൊണ്ടുവന്നിടാത്ത അഴുക്കൊന്നുമില്ല മുറ്റത്ത്, ഞങ്ങളുടെ വീടിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിറയെ അഴുക്കും പിന്നെ ചെമ്മിത്തല ചീഞ്ഞതും അങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ആ കാര്യം. ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 7ാമത്തെ പുതുക്ക് വരെ എനിക്ക് കാര്യമൊന്നും നടന്നില്ലായിരുന്നു. 7ാമത്തെ പുതുക്കം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ നോക്കുമ്പോഴുണ്ട് അവിടുത്തെ ഇളയ മരുമകൾ വന്നിട്ടും തെങ്ങ് വെട്ടണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്ടി നിങ്ങൾ തെങ്ങ് വെട്ടണം, എന്താണ്ടി കാലത്തേന്ന് ചോദിച്ചപ്പോൾ, ആൻറ്റി ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോണേണ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഈ വീട് പുതുക്കി വെക്കാൻ പോകണം, നിങ്ങൾക്ക് വഴിയും തരാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട മാത്രമേ എന്നെ ഓടിച്ചെന്നിട്ട് എൻ്റെ അമ്മേനെ ഞാൻ കെട്ടിപ്പിടിച്ച, അമ്മ എനിക്ക് ഇത്രയും നന്ദി, അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് സന്ധ്യക്കും വെളുപ്പിനും 5:30 മണി വെളുപ്പിനത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ആ പച്ചത്തിരിയും നീലത്തിരി കൊണ്ടുപോയി ഞാൻ ആ വഴിയിൽ വെക്കും. വെച്ചിട്ട് ഞാൻ അങ്ങാടി ഇങ്ങോട്ട് നടന്ന് വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതാരും തന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എനിക്കും എൻ്റെ മാതാവിനും മാത്രം അറിയൂ. അങ്ങനെ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഫലവും കൂടിയാണ് അമ്മ മാതാവിനെ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവർ വന്നിട്ട് പഴയ ഒരു തറവാടായിരുന്നു, അത് പൊളിച്ച് അതിൻ്റെ അരികിൽ കൂടി ഞങ്ങൾക്ക് വഴിയും തന്ന് ഇപ്പം ഞങ്ങൾ വെള്ളവും എടുത്ത് അവിടുന്ന് എല്ലാവരും തിരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട് മോട്ടർ അടിച്ച് വേണം. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾ 2 വീട്ടക്കാർക്കും പൈപ്പ് കണക്ഷനും എടുക്കാൻ സാധിച്ചു. അമ്മ മാതാവ് ഈശോയും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 2ാമത് എനിക്ക് എൻ്റെ വലത്ത് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് പേടിയായിട്ട് ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ട് നടന്ന് ഒരുവിധം വളർന്നു. അപ്പോഴത്തേക്കും വീടിൻ്റെ വാതിക്കയിലോട്ട് അവിടുത്തെ ഒരു പെങ്കൊച്ച് തിരക്കി വരികയാണ് ആശാ വർക്കർ. ചേച്ചി, ഞാൻ അവിടെ പേര് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചേച്ചി ഇവിടെ ആർക്കെങ്കിലും വല്ല ബ്രസ്റ്റിലുള്ള തടിപ്പോ മുഴയോ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും ഈ പരിസരത്തുള്ള ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ച് എനിക്കുണ്ട് ഇത്, വേറെ ആരുടെയൊന്നും എനിക്കറിയില്ല, എനിക്ക് ശരിക്കും എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട്, അത് ഞാൻ പേടിയായിട്ട് വെച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി പേടിക്കണത്, അതൊന്നും എടുത്ത് കളയണ്ടേ, വെച്ചുകൊണ്ട് വലുതാക്കണേ എന്തിനാണ്, നാളെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിൽ വരണുണ്ട് ആൾക്കാർ, ഡോക്ടർ എറണാകുളം ആസ്പത്രിയിൽ നിന്ന്, ചേച്ചി ഒന്ന് അവിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവർ പിന്നെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ ചെല്ലൂല്ല എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡും കൂടി അവിടെ ചെന്ന് ഡോക്ടർ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിൽ. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മുഴ ഒരുവിധം മുഴുത്തതാണ്. അപ്പോൾ അവരത് കണ്ടപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചേച്ചി ഇത് നടക്കണേ എന്താണെന്ന് ചോദിച്ചാൽ അവൻ എനിക്ക് പേടിയായിട്ടാർന്ന് കാണിക്കാനെന്ന് പറഞ്ഞു. എന്തിനു പേടിക്കണം, നാളെ എറണാകുളം ആസ്പത്രിയിലായിട്ട് വാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ മെയിൻ ഡോക്ടർ വന്ന് പരിശോധിച്ച് അവർ കലൂർ ക്യാൻസർ സെൻ്ററിലോട്ട് വിട്ടു, അവർക്ക് സംശയം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴിക്കുകയും ചെയ്തു. എണ്ണ പെരട്ടിക്കൊണ്ടാണ് ഞാൻ ഡെയിലി നടക്കണത്. ഇത് കണ്ടെന്ന് തുടങ്ങി ഞാൻ ഇത് പെരട്ടുന്നുമുണ്ട്, തൈലം പെരട്ടുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപ്പ് കഴിക്കുന്നുമുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ പോയത് ടെസ്റ്റിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസറാണെന്ന് തന്നെ സ്ഥിരീകരിച്ച് സകല വിഷമതയും പ്രയാസത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉടമ്പടി അപ്പോഴും ഞാൻ വിട്ടിട്ടില്ല, പ്രാർത്ഥനയും കറക്റ്റായിട്ട് മാസം ഞാനിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിച്ച് അതും വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മാതാവിൽ ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം, മാതാവ് നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പനും മക്കളും കൂടി ആലോചിച്ച് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇവിടെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമൃതയെ കൊണ്ടേ കാണിച്ച്. അമൃത നല്ലൊരു ഡോക്ടറെ കണ്ട്
ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രസ്റ്റ് എടുത്ത് കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ മുഴ മാത്രം. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് തടി ചെറുതായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മുഴ മാത്രം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി. ആ ഡോക്ടർ പറഞ്ഞ് കീമോയും റേഡിയേഷനും 20 എണ്ണം ചെയ്യാം. ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ച്. അപ്പോൾ കീമോയും റേഡിയേഷനും ചെയ്യണം, അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞും റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ കീമോ റേഡിയേഷൻ ചെയ്യണ്ടെന്ന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തോന്നണം, അമ്മ പറയണം. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഈ കീമോ റേഡിയേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മക്കളോടും ഹസ്ബൻഡിനോടും പറഞ്ഞ് എനിക്കിത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവർ സമ്മതിക്കണില്ല. അവരെല്ലാവരും പറഞ്ഞ് ബലമായിട്ട് ഇത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെ. ഡോക്ടറൊക്കെ കുറേ നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ ഈ 22 തുടങ്ങി എടുത്ത്, ഇപ്പം ഞാൻ 24 കുഴപ്പമില്ല, എനിക്ക് എന്നും മാതാവ് വരുത്തൂല, എനിക്ക് ഇത്ര വലിയ സൗഖ്യങ്ങൾ തന്ന മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂന്ന്. ഇന്ന് വരെ ആ വിശുദ്ധ തൈലവും തേച്ച് ഉപ്പും കഴിച്ചിരിക്കണേ. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത വേദന അന്ന് അനുഭവിച്ചതല്ലാതെ ഇതുവരെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു വേദനയോ പ്രയാസമോ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു ദുഃഖവും വേദനയും ക്യാൻസറിൻ്റെ ഇല്ല. ഒരു ഗുളിക മാത്രം അവരന്ന് 2 കഴിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ളൂ, ഹോർമോൺ ചേഞ്ചിൻ്റെ ഗുളിക. ആ ഗുളിക ഞാൻ ഒരു 3-4 മാസം 5-6 മാസം വരെ ഞാനത് കഴിച്ചിരുന്നു. പിന്നെ ഞാനത് ഓർക്കുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൂല. 3 മാസം കൂടി 9 മാസം വരെ ഞാൻ അവർ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ചെക്കപ്പിന് പോകാതെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഡോക്ടർ എന്നെ വിളിച്ച്, ഈ ക്യാൻസർ രോഗിയായിട്ട് നിങ്ങൾ വന്ന് എന്താ ചെക്കപ്പ് കൂടി ചെയ്യാതെ ഇങ്ങനെ നടക്കണം, മരുന്നും കഴിക്കണല്ലോ, എന്താ വരാത്തതെന്ന് ചോദിച്ച് എന്നെ അങ്ങോട്ട് വിളിച്ച്. അപ്പം ഞാൻ ചെന്ന് എല്ലാ ചെക്കപ്പും പെറ്റ് സ്കാനും എല്ലാം 2ാമത് ചെയ്ത്. അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. കീമോയും റേഡിയേഷനും ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, അതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അമ്മയും ഈശോയും എനിക്ക് ചെയ്യുന്ന രോഗസൗഖ്യത്തിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നും ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. പുള്ളിക്ക് വയ്യാതെ വന്ന് കുറച്ച് ദിവസമായിട്ട് എങ്ങും പോകാൻ പറ്റാതെ ഇരുന്ന സമയത്ത് ഈ ഉടമ്പടിയിൽ ഞാൻ 8ാമത്തെ ഉടമ്പടിയിൽ എനിക്കൊരു വഞ്ചി തരണേന്ന് പറഞ്ഞ് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അമ്മ മാതാവ് തന്ന് നാളെ വഞ്ചി നനക്കുകയും കൂടിയാണ്. ഈ അവസരത്തിൽ ഞാൻ അതിനും കൂടി അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന വഴി തന്നെ ചേർത്തല സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ വിതരണം ചെയ്തിട്ടേ പോകുള്ളൂ. പിന്നെ അതിന് ഉപ്പും എണ്ണയും അവിടെ വെച്ച് തന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ബസ്സിലാണെങ്കിൽ എനിക്ക് തോന്നും ഇന്നാളിന് കൊടുക്കണമെന്ന് മനസ്സിൽ അമ്മ പറയണ പോലെ എനിക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. അതേപോലെ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റാത്ത ചില മാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം അവിടെ നിന്ന് കിട്ടും. 1, 2, 3 വെച്ചിട്ട് പോയിട്ടുണ്ടാവും ആൾക്കാർ. അതെടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ബസ് കയറി തോമ്പടിക്കാൻ പോയി ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലും അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തും കൊടുക്കും. അപ്പം അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോയി അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ സഹായിച്ചു കൊടുക്കും. അവരെ കുളിപ്പിക്കാനുള്ള അമ്മച്ചിമാരെ കുളിപ്പിച്ചു കൊടുക്കും. വെറും കൈയോടെ ഞാൻ അവിടെ പോവില്ല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു മിഠായി ആയിരിക്കും, അതാണെങ്കിൽ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ച് അവരുടെ കൈ കൊടുത്ത് അവരോട് എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒക്കെ പോരുള്ളൂ. എല്ലാവരോടും വിശേഷങ്ങൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാം, അവരുടെ ഡീറ്റെയിൽ എല്ലാം എനിക്കും അറിയാം. അങ്ങനെ എല്ലാവരോടും സഹകരിച്ച് സംസാരിച്ച് സന്തോഷമായിട്ട് വൈകുന്നേരം പോരും. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് അവിടുത്തെ ഓണേഴ്സിന് കൊടുത്തിട്ടും പോരും, ഫുഡിന് എന്തിനെങ്കിലും. അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ വീടിൻ്റെ അടുത്തും വൃദ്ധരായിട്ടുള്ള രോഗികളായിട്ട് കിടക്കുന്ന രോഗികളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോയി കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കും. പൈസയെങ്കിൽ പൈസ, ഭക്ഷണമെങ്കിൽ ഭക്ഷണം കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ പോരാറുണ്ട്. ആത്മീയ ജീവിതം 1/2 മണിക്കൂർ വചന വായന മുടക്കാറില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ കൂട്ടി വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം, ഇത്രയും പ്രായമായതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ശരിക്കും കുർബാന കാണാൻ തുടങ്ങിയത്. കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കുമ്പസാരം എന്തെങ്കിലും ആവശ്യം
ആണ്ട് കുർബാനയെന്ന് കുമ്പസാരം എന്ന് പറഞ്ഞ മാതിരി കുമ്പസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എന്തെങ്കിലും ഒരു വന്ന് അപ്പം തന്നെ ഓടി മനസ്സിലപ്പം തന്നെ അത് നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാനീ പറഞ്ഞു പോയി തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് തെറ്റാണല്ലോ. അപ്പം തന്നെ ഓടിപ്പോയി കുമ്പസാരിക്കാനുള്ള ഒരു മനസ്സും കൂടി ഇപ്പം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിന് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ എല്ലാ പ്രാർത്ഥനയും കൂടുകയും അതുപോലെ വിശുദ്ധമായിട്ട് തന്നെ ഇരുന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മുട്ടുകുത്തി നിന്നുകൊണ്ട് തലയിൽ തുണിയും ഇട്ടുകൊണ്ട് നിന്ന് തീരുന്നത് വരെ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന കൂടാനായിട്ട് മിക്കപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്, അത് ചെയ്യാറുമുണ്ട്. എല്ലാം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി സ്തുതിയും. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41 വചനമാണ് ഷീബ എന്ന സഹോദരിയുടെ ജീവിതത്തിൽ. ഇത് സാധ്യമാകണമെങ്കിൽ ഈ മകള് നല്ലൊരു ആത്മീയതയിൽ ഒരു ആസ്തിയുണ്ട്. കാരണം ഉടമ്പടി ജീവിതം വളരെ സത്യസന്ധമായിട്ട് ആത്മീയമായിട്ട് എല്ലാ കാര്യവും വ്യക്തമായിട്ട് നിബന്ധനകളനുസരിച്ച് ജീവിച്ച ഒരു സഹോദരിയാണ്. ആത്മീയ ജീവിതത്തിൽ പറഞ്ഞതും പ്രവർത്തിച്ചതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നേരം ചെന്ന് കുമ്പസാരിക്കുമെന്നാണ്. ഇത്രയും നാളും കുർബാന കൂടി, പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ കുർബാനയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലായി. ഈശോയും അമ്മയും അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ് ആ കുർബാന കൂടുന്ന നിമിഷങ്ങൾ. കാരുണ്യ പ്രവർത്തികൾ നല്ല ഭക്തിയോടെ ദൈവവിശ്വാസത്തോടെ ചെയ്തു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവും ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു ആത്മീയ ആസ്തിയിലൂടെയാണ് ഈ മകൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചത്. ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളമില്ല വഴിയില്ല എന്ന് പറഞ്ഞത് അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ വെള്ളം ലഭിച്ചു, വഴി ലഭിച്ചു, രോഗസൗഖ്യം ലഭിച്ചു. ഇതെല്ലാം ഒരു വലിയ ഉടമ്പടിയിലൂടെ, ഉടമ്പടിയുടെ ആസ്തിയിലാണ് ഈ മകൾക്ക് ലഭിച്ച ഈ കാര്യങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലും സഞ്ചാരി മാതാവിൻ്റെ ഇടപെടൽ ആശാവർക്കലിലൂടെ ലഭിച്ചതും ഓരോ കാര്യത്തിലും ആ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയൊക്കെ ലഭിച്ച ആ രോഗസൗഖ്യത്തിനെല്ലാം നമ്മൾക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ദുർബലതകളിൽ താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ദൈവം, ആ ദൈവകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൃപാസന അമ്മയുടെ കരം പിടിച്ച് കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഷീബ ആൻഡ്രൂനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.